അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന്റെ കാരണം ഷോർട്സ് വീഡിയോനെ കുറിച്ചിട്ടാണ്. അപ്പൊ ഷോർട്സ് വീഡിയോ ചെയ്യുന്ന ആളുകൾ പൊതുവെ പറയുന്ന ഒരു പരാതി എന്ന് പറയുന്നത് ഷോർട്സ് സ്റ്റക്ക് ആവുന്നു. ഇതാണ് പൊതുവെ പറയുന്ന പരാതി. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഷോർട്സ് സ്റ്റക്ക് ആവുന്നത്? എന്താണ് അതിന്റെ റീസൺ? അപ്പൊ ഞാൻ കഴിഞ്ഞ റീസെന്റ് ആയിട്ട് കുറെ വീഡിയോസ് പിന്നെ യൂട്യൂബിൽ കുറെ ടിപ്സ് വീഡിയോസ് നോക്കി. അവന്മാരെ കൊണ്ട് കാണാൻ വേറെ കഥ. ഇത് ഒരു കാര്യം പറയാൻ വേണ്ടിട്ട് വേറെ എന്തൊക്കെയോ പറഞ്ഞിട്ടാണ് പോകുന്നത്. എനിക്ക് മടുത്ത അവസാനം നോക്കിയിട്ട്. അപ്പൊ ഞാൻ കണ്ടെത്തിയ അല്ലെങ്കിൽ ഞാൻ കുറെ ചാനലൊക്കെ നോക്കിയിട്ട് മനസ്സിലാക്കിയ ഒരു വിഷയം, ഞാൻ പൊതുവെ ഷോർട്സ് ചെയ്യുന്ന കുറവാണ്. അപ്പൊ മറ്റുള്ളവരുടെ കൂടി നോക്കിയപ്പോൾ മനസ്സിലായത് ഷോർട്സ് എന്തുകൊണ്ട് സ്റ്റക്ക് ആവുന്നു. അതിന്റെ ഒരു ബേസിക് റീസൺ എന്ന് ഞാൻ മനസ്സിലാക്കിയത്, ഒന്ന്, ഈ ഷോർട്സ് ഇടുന്ന ഷോർട്സിൽ കാര്യമായിട്ട് ഒന്നും ഉണ്ടാവില്ല. അതായത് എന്തെങ്കിലുമൊക്കെ ചെടിയോ പൂവോ അല്ലെങ്കിൽ ചട്ടിയോ കലോ അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ആക്ച്വലി ഷോർട്സ് എന്ന് പറയുന്നത് ഒരു വീഡിയോനെ, ഒരു ആശയത്തെ വളരെ ചുരുക്കിക്കൊണ്ട് വീഡിയോ ചെയ്യാൻ വേണ്ടി ഷോർട്സ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ അവിടെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരു ആശയം എന്നുള്ളതാണ്. അത് ഒരു കൺസെപ്റ്റ്, ഒരു ആശയം അല്ലെങ്കിൽ ഒരു ഐഡിയ എന്തെങ്കിലും പറയും. അപ്പൊ ഈ സാധനത്തിനെയാണ് നമ്മൾ ഷോർട്സ് ആക്കേണ്ടത്. പക്ഷെ നമ്മൾ ചെയ്യുന്നത് അങ്ങനെയല്ല. നമ്മൾ ചെയ്യുന്നത് എന്തെങ്കിലും സാധനം എടുത്തിട്ടാണ് ഷോർട്സ് ആക്കുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ ഷോർട്സ് ഇട്ട് കഴിഞ്ഞാൽ യൂട്യൂബ് അതിനെ പുഷ് ചെയ്യും. പുഷ് ചെയ്യുന്ന പറഞ്ഞാൽ യൂട്യൂബ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കും. മീൻസ് ഒരുപാട് ആളുകൾ തന്നെ ഓരോ ചാനലിന്റെയും ലെവൽ അനുസരിച്ചിട്ടുള്ള ആളുകളിലേക്ക് എത്തിക്കും. അപ്പൊ ചിലപ്പോൾ എന്റെ ചാനലിൽ 1000 പേരിലേക്കായിരിക്കും യൂട്യൂബ് എത്തിക്കുക. ഈ 1000 പേരിൽ എത്തിച്ചു കഴിഞ്ഞിട്ട് യൂട്യൂബ് നോക്കും എങ്ങനെയാണ് ഈ ആൾക്കാരുടെ റെസ്പോൺസ്. അവർ ഈ ഷോർട്സ് കണ്ടിട്ട് എന്താണ് പ്രതികരണം, ലൈക്ക് അടിക്കുന്നുണ്ടോ, കമന്റ് ചെയ്യുന്നുണ്ടോ, എത്ര സമയം വാച്ച് ചെയ്യുന്നുണ്ട്, ഈ സാധനങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കും. അപ്പൊ ഇത് ഒരു 1200 എത്തിച്ചിട്ട് കൃത്യമായിട്ടുള്ള ഒരു എന്താ പറയുക റെസ്പോൺസ് ഇല്ലെങ്കിൽ അവിടെ സ്റ്റക്ക് ആവും. എന്റെ വീഡിയോസ് പലതും 1200 സ്റ്റക്ക് ആവാറുണ്ട്. മറ്റു ചാനലുകൾ ചിലത് ഇപ്പൊ 500 സ്റ്റക്ക് ആവാറുണ്ട്. പലർക്കും ചിലപ്പോൾ 100 സ്റ്റക്ക് ആവുന്നവരുണ്ടാവും. അപ്പം പ്രധാനപ്പെട്ട റീസൺ ഞാൻ മനസ്സിലാക്കിയ ഇതാണ്, നമ്മുടെ വീഡിയോസിന് എന്തില്ല, ആളുകൾ റെസ്പോണ്ട് ചെയ്യുന്നത് കുറവാണ്. അപ്പൊ ഈ റെസ്പോണ്ട് ചെയ്യുന്നത് കുറവാകാൻ കാരണം പൊതുവെ ആളുകൾ യൂട്യൂബ് വീഡിയോ കണ്ടാൽ ഇങ്ങനെ നമ്മളൊരു ഷോർട്സ് കാണുന്നു, ചിരിക്കുന്നു, ഓക്കെ പോകുന്നു, സ്വൈപ്പ് ചെയ്യുന്നു. പക്ഷെ നമുക്കതിനെ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സാധനം അതിൽ ഉണ്ടായിരിക്കണം. ഒന്നെങ്കിൽ നമുക്ക് ദേഷ്യം തോന്നണം, അല്ലെങ്കിൽ ഭയങ്കര സന്തോഷം തോന്നണം, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ചിരി വരണം. അപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ഇമോഷൻസ് വരുമ്പോൾ നമ്മൾ അതിൽ കമന്റ് ചെയ്യും, എന്തെങ്കിലും ചെയ്യും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും സംഭവം ഷോർട്സിൽ നമ്മൾ ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുക്കുക പറഞ്ഞാൽ നമ്മൾ ആളുകളോട് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവരോട് എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുകയോ അല്ലെങ്കിൽ അവർ പ്രതികരിക്കാൻ സാധ്യതയുള്ള രൂപത്തിൽ എന്തെങ്കിലും സാധനം ഇതിന്റെ കൂടെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ കൂടുതൽ റെസ്പോൺസ് നമുക്ക് വരും. അങ്ങനെ കൂടുതൽ റെസ്പോൺസ് വന്നു കഴിഞ്ഞാൽ ആ ഷോർട്സ് പെട്ടെന്ന് തന്നെ വൈറലാകും. ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഷോർട്സ് സ്റ്റക്ക് ആയിട്ടുണ്ടെങ്കിൽ ചെയ്യാവുന്നത് നമുക്ക് ടൈറ്റിലും കാര്യങ്ങളും മാറ്റി കൊടുക്കുക. ടൈറ്റിൽ മാറ്റിക്കുക ചില ഒരു പരിധി വരെ ഷോർട്സ് ചിലപ്പോൾ ടൈറ്റിൽ മാറ്റിക്കഴിഞ്ഞാൽ ചിലത് റണ്ണാവും. പിന്നെ ചെയ്യാൻ പറ്റുന്നത്, ഷോർട്സിന്റെ കണ്ടന്റ് ഇല്ലാത്തവർ, കൃത്യമായ ആശയമില്ലാത്തവർ ഷോർട്സ് ചെയ്യുന്ന സമയത്ത് ഒരു 30 സെക്കൻഡിന്റെ അണ്ടറിൽ ചെയ്യുക. അതാവുമ്പോൾ എന്ത് ചെയ്യുക വെച്ചാൽ ആ ഒരു വളരെ ചുരുക്ക സമയം കൊണ്ട് തന്നെ പിന്നെ ആവറേജ് ഡ്യൂറേഷൻ കൂടുതലായിരിക്കും. പിന്നെ ആളുകൾ സ്വൈപ്പ് ചെയ്ത് പോയാലും നമ്മൾ കൂടുതൽ ആളുകൾ ഇത് കൂടുതൽ സമയം കാണുന്നത് യൂട്യൂബ് നല്ലപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഷോർട്സ് ചെയ്യുമ്പോൾ സമയം ചുരുക്കി ചെയ്യാം. പിന്നെ ഏറ്റവും എഫക്റ്റീവായ മെത്തേഡ് എല്ലാ ചാനലുകൾക്കും പറ്റുന്നത് റീമിക്സ് ചെയ്യുക എന്നുള്ളതാണ്. എഡിറ്റിംഗ് ടു ഷോർട്സ് എന്ന് പറയുന്ന ഓപ്ഷൻ വെച്ചിട്ട് നമ്മൾ യൂട്യൂബ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അതിന്റെ താഴെ റീമിക്സ് ഓപ്ഷൻ ഉണ്ടാവും. റീമിക്സിൽ എഡിറ്റിംഗ് ടു ഷോർട്സ് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, അതിനെ ഷോർട്സ് വീഡിയോ ആക്കി മാറ്റാം. അതും ഈ പറഞ്ഞ പോലെ 30 സെക്കൻഡിന്റെ അണ്ടറിലൊക്കെ ആക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി റീച്ച് ആവും. കുറെ സബും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ ഒരു കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഷോർട്സിൽ ശ്രദ്ധിക്കാനുള്ളത്. അപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, ഇത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. അതായത് റെസ്പോൺസ് വരിക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് ഷോർട്സിന്റെ കേസിൽ. ഇപ്പൊ ഷോർട്സ് 3 മിനിറ്റ് ആക്കിയെങ്കിലും 3 മിനിറ്റ് വരെ നമുക്ക് ഈ രീതിയിൽ ചെയ്യാം. പക്ഷെ ഈ 3 മിനിറ്റ് ആളുകൾ കാണണമെങ്കിൽ അതിലെന്തായിരിക്കണം, 3 മിനിറ്റ് ആളുകളെ പിടിച്ചിരുത്താനുള്ള ഒരു ഐഡിയ അതിലുണ്ടായിരിക്കണം. ഐഡിയ എന്നല്ല, നമുക്ക് കോണ്ടന്റ് ആയിട്ട് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അത് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഷോർട്സിൽ വരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ നിലവിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, ഇനിയിപ്പോ ഫ്യൂച്ചറിൽ മാറുമെന്ന് അറിയില്ല, നിലവിലെ സാഹചര്യത്തിൽ ഷോർട്സ് വീഡിയോ ചെയ്യുന്ന കൂടുതൽ ചെയ്യുന്ന ആളുകളുടെ വീഡിയോസിൽ ഷോർട്സ് മാത്രമാണ് കൂടുതൽ റീച്ച് ആവുന്നത്. പലപ്പോഴും എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ പിന്നെ
മറ്റ് വീഡിയോസ്, ലോങ് ആയിട്ടുള്ള വീഡിയോസ് അതിന്റെ വ്യൂസ് കൗണ്ട് കുറയുന്നതായിട്ടാണ് കാണുന്നത്. അപ്പൊ ഈ ഒരു പ്രശ്നമുണ്ട്. ഷോർട്സ് വീഡിയോ ചെയ്യുന്നവർക്ക് കൂടുതൽ വ്യൂസ് ഷോർട്സിൽ വരും, പക്ഷെ മെയിൻ വീഡിയോയിൽ വ്യൂസ് കുറയുന്നുണ്ട്. ഇനി അത് ഫ്യൂച്ചറിൽ മാറുമെന്നറിയില്ല. പക്ഷെ നിലവിൽ ഇപ്പൊ ഈ ഒരു സമയത്ത് 2025 നമ്മൾ ഉള്ളത്, ജനുവരി ലാസ്റ്റ്. ഈ ഒരു സമയത്ത് ഇത് ഇങ്ങനെയാണ് ഉള്ളത്. അപ്പൊ ഇനി നിങ്ങൾക്ക് ഈ ഷോർട്സുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ സംസാരിച്ച ശേഷം നമുക്ക് അടുത്ത കാര്യങ്ങൾ പറയാം. അപ്പോൾ എനിക്ക് ഏകദേശം കുറച്ചും കൂടി കാര്യങ്ങൾ പറയാൻ പറ്റും. അപ്പൊ ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഇപ്പൊ ഈ പറഞ്ഞ കാര്യം ഞാനുമായിട്ട് ഭയങ്കര റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നേരത്തെ. ഷോർട്സ് ആയിരുന്നു കൂടുതലും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ പക്ഷെ ആദ്യം ലോങ് വീഡിയോ ആണ് ചെയ്തിരുന്നത്. ഒരു കുറച്ച് ലോങ് വീഡിയോ ചെയ്തിട്ട് പെട്ടെന്ന് അങ്ങ് സ്റ്റോപ്പായി. പിന്നെ ഷോർട്സ് കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഫസ്റ്റ് ഇട്ട ഷോർട്സ് തന്നെ എങ്ങനെയാണെന്ന് അറിയില്ല, കുറെ ആളുകളിലേക്ക് എത്തി, കുറച്ച് വ്യൂസ് കിട്ടി. പിന്നെ ഷോർട്സ് തന്നെ ഇട്ടുകൊണ്ടിരുന്നു. ഇടയ്ക്ക് ഈ പറഞ്ഞ പോലെ ഷോർട്സ് സ്റ്റക്ക് ആവാറുണ്ട്. പിന്നെ ചില ടൈമിൽ സ്റ്റക്ക് ആയെന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യം സ്റ്റാർട്ടിങ്ങിൽ നല്ല വ്യൂ കിട്ടിയ, നല്ല വ്യൂ എന്ന് പറഞ്ഞാൽ 7,000 8,000 അത്രയൊക്കെ വ്യൂ കാണിച്ചിരുന്നു. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ പിന്നെ ഒരു 1Kയുടെ അടുത്തൊക്കെ വന്ന് നിന്നിട്ട്, അല്ലെങ്കിൽ 900 800 ആ റേഞ്ചിലൊക്കെ സ്റ്റക്ക് ആവും. അല്ലെങ്കിൽ ചിലത് 500-ലൊക്കെ സ്റ്റക്ക് ആവും. പിന്നെ ആ വ്യൂ കയറുകയില്ല. അങ്ങനെ സ്റ്റക്കായി നിന്നിട്ടുണ്ട്. പിന്നെ കൂടുതൽ വെറുതെ എടുത്തിടുന്ന ഈ പറഞ്ഞ പോലെ ഒരു എന്റർടൈൻമെന്റ് ഒന്നും ഇല്ലാത്ത ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനൊന്നും വ്യൂസ് അധികം കയറിയിട്ടില്ല. പിന്നെ കുറച്ച് കോമഡി, ആളുകൾക്ക് ചിരിക്കാൻ തോന്നുന്ന പോലത്തെ കോമഡി ആയിട്ടുള്ള ഷോർട്സ് ഒക്കെ ചെയ്തിട്ടത് ഫുള്ള് കയറിപ്പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ പിന്നെ അത് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് കോമഡി ആയിട്ടുള്ള ഷോർട്സ് ചെയ്തപ്പോൾ അതിന് നല്ല വ്യൂ കിട്ടുന്നുണ്ട്. നല്ല വ്യൂ വെച്ചാൽ കിട്ടിക്കൊണ്ടിരുന്ന വ്യൂ നിന്ന് കുറയാതെ തന്നെ വ്യൂ അങ്ങനെ തന്നെ കിട്ടിയിട്ടുണ്ട്. വെറുതെ 30 സെക്കൻഡ് 1-2 വീഡിയോസ് ഈ പറഞ്ഞ പോലെ കണ്ടന്റ് ഒന്നും ഇല്ലാതെ ഇട്ടിട്ടുണ്ട്. അതിനൊന്നും കിട്ടിയിട്ടുമില്ല. നമുക്ക് തന്നെ മനസ്സിലാവും അതിനകത്ത് പ്രത്യേകിച്ചൊന്നും ഇല്ല എന്നുള്ളത്. അങ്ങനെ ഇട്ടതിന് കമ്പാരിറ്റീവ്ലി ആദ്യം ഇട്ടത് കോമഡി വീഡിയോക്കാട്ടിലും ഷോർട്സ് വ്യൂസ് കുറവായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ പ്രശ്നമാണ്. അത് ആളുകളുടെ അടുത്ത് നിന്നല്ല ഒരു റെസ്പോൺസ് ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. പൊതുവെ മലയാളികൾ റെസ്പോണ്ട് ചെയ്യാൻ ഭയങ്കര മടിയുള്ളവരാണ്. പോരാത്തതിനിപ്പോ ഇതുപോലെ ഷോർട്സ് ഞങ്ങൾ ഒന്നും പ്രതികരിക്കില്ല. നമ്മളിപ്പോ സാധാരണ ഗ്രൂപ്പിൽ നോക്കിയാൽ മതി. ഗ്രൂപ്പിൽ ഒരു അക്ഷരം ഉണ്ടാതിരിക്കുന്ന ആൾക്കാരുണ്ട്. എന്ത് ബോംബിട്ടാൽ പോലും ഒന്നും ഉണ്ടാവില്ല. അവർ ഷോർട്സ് ഇട്ടാലും ചില ആൾക്കാർ ലൈക്ക് അടിക്കും. പിന്നെ ലൈക്ക് അടിക്കാൻ പോകുമ്പോഴുള്ള പ്രശ്നം വെച്ചാൽ, ഞാൻ ലൈക്ക് അടിച്ചിട്ട് അവർ നന്നായി പോവോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പൊ അതും ഉണ്ടാവില്ല. അപ്പൊ അതാണ് പ്രശ്നം. ഇപ്പോ ഷോർട്സിന് വ്യൂസ് വരുന്നുണ്ട്, എന്താ അവസ്ഥ? ഇപ്പം ഷോർട്സിന് വ്യൂസ് കുറഞ്ഞു. ഇപ്പൊ ലോങ് വീഡിയോ ചെയ്യാൻ ചെയ്ത വീഡിയോ എന്തോ അതെന്താ അറിയാം, ആദ്യം യൂട്യൂബ് നല്ല രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അതൊക്കെ അത്യാവശ്യം റിസൾട്ട് വന്നു. പിന്നെ ഇത് അയക്കുന്ന ഇംപ്രഷൻസ് പോകുന്നതനുസരിച്ചിട്ട് ഇതിന് കൃത്യമായിട്ട് ഒരു റെസ്പോൺസ് വരുന്നില്ല. അതുകൊണ്ടാണ് കുറച്ച് 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 വന്നത്. നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ ഇത് കൂടി 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 ലക്ഷങ്ങളായേനെ. പക്ഷെ ഞാൻ ഷോർട്സ് ചെയ്യാൻ പറഞ്ഞാൽ യൂസ്ഡ് കണ്ടന്റ് ആയതുകൊണ്ടാണ് നിർത്തിയത്. ഞാനൊരു കാര്യം ചെയ്താൽ ഈ യൂട്യൂബിൽ തന്നെ നമുക്ക് ഷോർട്സ് ചെയ്യുന്നത് അതിൽ നിന്ന് തന്നെ വോയിസ് എടുത്തിട്ട് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. ഇല്ല, ഈ കോമഡി ഡയലോഗ് ഒക്കെ യൂട്യൂബിൽ കിടക്കുന്നതിന് ഇപ്പൊ വേറൊരു ഷോർട്ട് കണ്ടു, ആ ഷോർട്ടിന്റെ യൂസ് ഓഡിയോ എടുത്തിട്ട് അത് ചെയ്യുന്നത് കുഴപ്പമില്ലല്ലോ. ഇല്ല, അത് കോപ്പിറൈറ്റ് ക്ലെയിം വന്നെങ്കിലേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നും. അങ്ങനെ ഒരു ഇതില് സ്റ്റക്കായി നിൽക്കുക, ഷോർട്ട് ചെയ്യണോ വേണ്ടായിരുന്നു. ലോങ് വീഡിയോ ഇപ്പൊ ഇട്ട് തുടങ്ങി. അതിന്റെ ഐഡിയ ഒന്നും അറിയില്ല. കുറച്ച് ഐഡിയാസ് ഒക്കെ ഉള്ളൂ, എങ്ങനെ ഇടണമെന്നൊന്നും അറിയില്ല. വോയിസ് ഓവർ ഒക്കെ കൊടുത്ത് ഇനി ലോങ് വീഡിയോ ഇടാൻ തീരുമാനിച്ചു. അപ്പൊ അത്യാവശ്യം വിചാരിച്ചതിലും വ്യൂ കിട്ടി. ആദ്യം ഒരു 34 വ്യൂവിൽ സ്റ്റക്കായി നിന്നു. പിന്നെ ഒരു 100-ലും പുറത്ത് കയറി. ഇപ്പൊ ഒരു 300-400 റേഞ്ചില് ലോങ് വീഡിയോയുടെ വ്യൂ എത്തി. എന്നിട്ട് സ്റ്റക്കായി നിൽക്കുന്നു. ഈ പറഞ്ഞ എന്റെ വീഡിയോ ചിലത് 300-400 വ്യൂസ് ഒക്കെ ഉള്ളൂ. അതിന്റെ റീസൺ എനിക്ക് നന്നായിട്ട് അറിയാം, പക്ഷെ ഞാൻ ആ റീസൺ മാറ്റാത്തോണ്ടാണ്. പിന്നെ നമ്മള് വേറെ ആരെങ്കിലും നസീമ പറഞ്ഞു? ഹായ്, ഞാൻ പറയാം. റീസെന്റ് ഞാനിട്ട ഷോർട്സില് റിമിക്സ് ആണ് ഇട്ടത് ലോങ് വീഡിയോയുടെ.
റിമിക്സ് ഇട്ടപ്പോ ലാസ്റ്റ് ഇട്ട റിമിക്സിന് ഒരു 512 വ്യൂസ് വന്നു. അതിന് മുന്നേ ലോങ് വീഡിയോയുടെ റിമിക്സ് ഇട്ടപ്പോ ഒരു 2.9K വ്യൂസ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അതിന് മുന്നുള്ള കുറെ റിമിക്സുകൾ 500 സംതിങ് ആവുമ്പോ നിൽക്കും. നമ്മൾ വിചാരിക്കും കയറി പോകുമ്പോ അതുകൊണ്ട് പോകുമെന്ന് വിചാരിക്കും. പക്ഷെ ഒരു 500-600-നുള്ളിൽ അത് സ്റ്റെക്ക് ആവലാണ്. അതിനിടയ്ക്ക് ഞാൻ മോന്റെ ഒരു ട്രെൻഡിങ് സോങ് വെച്ചിട്ട് മോന്റെ ഒരു വീഡിയോ എടുത്തിട്ട് ഷോർട്സില് അത് ഇപ്പോ എന്താ പറയാ 5K വ്യൂസ് വരുന്നുണ്ട്. അപ്പോ 5K ആയോ? 5K ആയിട്ടുണ്ട് അത്. അത് കഴിഞ്ഞ ദിവസം ഒരാൾ എന്നെ ഇതുപോലെ യൂട്യൂബ് ചാനൽ ചെക്ക് ചെയ്യാൻ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരുടെ പിന്നെ വ്യൂസ് ഏകദേശം ലക്ഷങ്ങളാണ്. എനിക്ക് തോന്നുന്നു 2-3 ലക്ഷം മുതൽ 10 ലക്ഷം വരെ ഉണ്ട്. കുട്ടികളുടെ വീഡിയോ ആണ്, മോന്റെ വീഡിയോ ഇട്ടത്. അപ്പം 10 ലക്ഷം വരെ വന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു ഡോളർ അത്യാവശ്യം $10-50 ഒക്കെ കയറിയിട്ടുണ്ട്. പക്ഷെ ഈ ഷോർട്സിനെ കൊണ്ട് ഒരു പ്രശ്നം എന്താ അറിയോ? ഷോർട്സിന്റെ ആക്ച്വലി ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഒരു ഷോർട്സ് ചെയ്യുന്ന ആൾ ശരിക്കും പറഞ്ഞ ഒരു ട്രാപ്പിൽ പെടുന്ന പോലെയാണ്. ട്രാപ്പിൽ പെടുക എന്ന് പറഞ്ഞാല് എങ്ങനെയാന്ന് വെച്ചാൽ, ഇവർക്ക് നമ്മൾ ഷോർട്സ് വീഡിയോ ചെയ്യുന്ന സമയത്ത് 5000-6000 വ്യൂസ് വരും. പക്ഷെ നമ്മൾ ലോങ് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 500-600 വരുള്ളൂ. അപ്പൊ നമ്മളൊരു റിവാർഡ് സിസ്റ്റം ഉണ്ട് നമുക്ക്. ഓൾറെഡി നമ്മുടെ മൈൻഡ് റിവാർഡ് സിസ്റ്റം ഉണ്ട്. അതായത് നമ്മൾ ഒരു വീഡിയോ ഇടുന്നു, 6000 വരുമ്പം ഈ 6000 ആണ് നമുക്ക് റിവാർഡ്. അപ്പൊ നെക്സ്റ്റ് ടൈമിൽ നമ്മൾ അതിലേക്ക് പോകുള്ളൂ, നമ്മൾ 500ലേക്ക് പോകില്ല. എന്തിനാണ് അനാവശ്യമായിട്ട് ടെൻഷൻ എടുക്കുന്നു എന്ന് മനസ്സ് നമ്മളോട് പറയും. നമ്മളെ ബ്രെയിൻ പറയുന്നത് നിങ്ങൾ അങ്ങനെ ടെൻഷൻ എടുക്കണ്ട, ഷോർട്ട് ഇട്ടാൽ മതി. അപ്പൊ അതിൽ കൂടുതൽ 5000-6000 വരുമ്പോൾ സന്തോഷിക്കാം. അപ്പൊ ഒരു ഡോപ്പമിൻ ഇതുണ്ടാവും, ബൂസ്റ്റ് ഉണ്ടാവും, അപ്പൊ സന്തോഷിക്കും. ഇവരിങ്ങനെ കണ്ടിന്യൂസ് ഇട്ട് വരുമ്പോൾ ഇപ്പൊ നിലവിൽ സാഹചര്യത്തിൽ ലോങ് വീഡിയോന്റെ വ്യൂസ് കുറയുന്നുണ്ട്. അത് ആ രൂപത്തിൽ വലിയ രീതിയിൽ പോകുന്നില്ല. പക്ഷെ പിന്നീട് മാറായിരിക്കും. പിന്നെ ഇതിന് മറ്റൊരു പ്രശ്നം നമ്മളെ റവന്യൂ ആണ്. പ്രധാന പ്രശ്നം റവന്യൂ ആണ്. എല്ലാവരും ഉദ്ദേശിക്കുന്ന റവന്യൂ ഉണ്ടാക്കുക എന്നുള്ളതാണ്. പക്ഷെ റവന്യൂ എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ കുറവാണ് കിട്ടുന്നത് ഷോർട്സിൽ. അതായത് ഷോർട്സ് ഇപ്പൊ 10 ലക്ഷം വ്യൂസ് വന്നാലും ചിലപ്പോൾ നമുക്ക് ഒരു $50 ഒക്കെ കിട്ടുള്ളൂ. അതേ സമയത്ത് നമ്മൾ ലോങ് വീഡിയോ ഒരു 1 ലക്ഷം 2 ലക്ഷം വന്നാൽ നമുക്ക് $100-200 വരും. അത്രയും ഡിഫറൻസ് ഉണ്ട്. പിന്നെ ഇതിൽ കോർ ആയിട്ടുള്ള കാര്യം ആളുകൾ മിസ്സാവുന്നത് പറഞ്ഞാല്, ഷോർട്സ് വഴി നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് ചാനൽ സബ് വരും, പിന്നെ അത്യാവശ്യം ചാനലിൽ ഒന്ന് എൻഗേജ്മെന്റ്സ് വരും. പക്ഷെ ഇതിന്റെ അപ്പുറത്തേക്ക് നമ്മളൊരു ഇൻഫ്ലുവൻസർ ആവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. ഇപ്പൊ ഷോർട്സ് വഴി ഒരാൾ ഫേസ്ബുക്ക് കാണിച്ച് വീഡിയോ ചെയ്തു, അത്യാവശ്യം റീച്ച് ആവുന്നുണ്ട്, അല്ലെങ്കിൽ അത്യാവശ്യം വ്യൂസ് സ്ഥിരമായിട്ട് വരുന്നുണ്ടെങ്കിൽ ആൾക്ക് എന്ത് ചെയ്യാം, ബ്രാൻഡ് ഡീൽസ് ഒക്കെ ചെയ്യാം. ബ്രാൻഡ് ഡീൽസ് പറഞ്ഞാൽ ഏതെങ്കിലും കമ്പനിയുടെ പ്രൊഡക്റ്റോ സേവനങ്ങളോ എന്തെങ്കിലുമൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ആളുകളിലേക്ക് പറഞ്ഞു കൊടുക്കും. അവർക്ക് സെയിൽ ആവുന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മളൊരു കാര്യം പറയുമ്പോൾ ഒരു 50 പീസ് സെയിൽ ആവുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് ബെനിഫിറ്റ് ആണ്. അപ്പൊ അവർ നമുക്ക് പേ ചെയ്യും. ഈ പേ ചെയ്യുന്നത് ഈ രൂപത്തിൽ ചെയ്യുന്നത് മാസം 1.5 ലക്ഷം മുതൽ 6 ലക്ഷം വരെ ഉണ്ടാക്കുന്നവർ എനിക്കറിയാം, ഇതേപോലെ ബ്രാൻഡ് ഡീൽസ് ചെയ്തിട്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ചെടിയും പൂവും ഇട്ടിട്ട് ഈ സാധനത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. നമ്മളെല്ലാവരും എന്താ ചെയ്യുന്നത്, എന്തെങ്കിലുമൊക്കെ കാണിച്ച് ഷോർട്സ് ചെയ്യുക, കുറെ വ്യൂസ് വരാം. പക്ഷെ ആ വ്യൂസിനെ കൊണ്ട് എന്താ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് അതിന് ഉത്തരവില്ല. അവിടെ നമ്മൾ ഒരു കാരണവശാലും ഇൻഫ്ലുവൻസർ ആവുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ജനങ്ങൾ ഫേസ് വാല്യൂ ഇല്ലല്ലോ, നമ്മൾ തിരിച്ചറിയുന്നില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് പറഞ്ഞാൽ നമ്മൾ തിരിച്ചറിയുന്ന രൂപത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വീഡിയോ ഷോർട്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. അത് മാത്രമേ ചെയ്യുന്നുള്ളെങ്കിൽ അത് മാത്രം ചെയ്യാം. പക്ഷെ നിങ്ങളുടെ ലക്ഷ്യം അതായിരിക്കണം. ഫൈനലി ഞാനൊരു നല്ല അറിയപ്പെടുന്ന ആളാവും, അപ്പൊ എനിക്ക് ഇത്രയും വ്യൂസ് വരും, അതുവഴി എനിക്ക് ഇതുപോലുള്ള യൂട്യൂബ് മോണിറ്റൈസേഷന്റെ കാര്യം വിട്ടേ, കാരണം അതിപ്പം വലിയ റവന്യൂ ഒന്നും കിട്ടൂലെങ്കിലും നിങ്ങൾക്ക് പുറത്തു നിന്ന് ഒരുപാട് പൈസ കിട്ടും. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ അതേപോലെ വീഡിയോ ചെയ്യുന്നവർക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉപയോഗിച്ചാൽ അത്യാവശ്യം മൊത്തത്തിൽ വലിയൊരു ഇൻഫ്ലുവൻസർ ആയാൽ മാസം കുഴപ്പമില്ലാത്ത ഒരു എമൗണ്ട് കിട്ടും. അതാണ് ഷോർട്സ് നമ്മൾ ഈ രൂപത്തിൽ ഉപയോഗിക്കേണ്ടത്. പിന്നെ നമ്മൾ എഡിറ്റിംഗ് ഷോർട്സ് റീമിക്സ് ചെയ്താൽ നമ്മൾ നിലവിലുള്ള വീഡിയോസ് നമുക്കൊന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അതാണ് ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ, നിലവിലുള്ള വീഡിയോസ് ഒന്ന് അനങ്ങി തുടങ്ങുമ്പോൾ ഞാൻ എന്റെ സ്റ്റക്കായ ചാനലിൽ പിന്നെ ഈ റീമിക്സ് ചെയ്തിട്ട് മാത്രം 2500 വ്യൂസ് വന്നിട്ടുണ്ട്. സ്റ്റക്കായി 50 വ്യൂസ് മാത്രമേ വരുള്ളൂ, നമുക്ക് ഉറപ്പാണ്. പക്ഷെ ഒരൊറ്റ വീഡിയോ ഇട്ടിട്ട് പിന്നെ റീമിക്സ് ചെയ്തിട്ട് 2500 വ്യൂസ് ആണ് വന്നിട്ടുള്ളത്. അപ്പൊ ആ രൂപത്തിൽ നമുക്ക് ചെയ്യാം. അപ്പൊ ഷോർട്സ് എന്ന് പറയുന്ന ഈ ഒരു കുരുക്കിൽപ്പെട്ടവരാണ് 90% ആൾക്കാർ ഞാൻ പരിചയപ്പെടുന്നവരെല്ലാം, ചാനലിൽ വരുന്നവരൊക്കെ അതാണ്. അവർ ഈ എന്താ പറയുക, റിവാർഡ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട് അവരറിയാതെ കുടുങ്ങിപ്പോകുന്നതാണ്. കാരണം മനസ്സ് പിന്നെ സമ്മതിക്കൂല, ഒരു കാരണവശാലും പരാജയത്തിലേക്ക് പോകാൻ മനസ്സ് സമ്മതിക്കൂല.
മനസ്സിന് എപ്പോഴും ഹാപ്പിനെസ് മാത്രമേ പറ്റുള്ളൂ. അപ്പൊ അതെന്ത് ഹാപ്പിനെസ്സിലേക്ക് മാത്രമേ നമ്മൾ വലിച്ചോണ്ട് പോകുള്ളൂ. അപ്പൊ ഇതാണ് അവസ്ഥ. ഇനി ആരുടെയെങ്കിലും എന്റെ എന്റെ മെയിൻ വീഡിയോ തന്നെ 2300 400 സ്റ്റക്ക് ആവും. അതെന്താന്ന് എനിക്കറിയില്ല. അതിന് മന്ത്രവാദം ചെയ്ത പോലെയാണ്. എല്ലാ വീഡിയോസും പോയിട്ട് 2400 ഞാൻ ഇങ്ങനെ നോക്കും. നോക്കിക്കഴിഞ്ഞാൽ 2400 ആകുമ്പോഴേക്കും അത് അവിടെ സ്റ്റക്ക് ആവും. പിന്നെ അനങ്ങൂല. അത് എന്തുകൊണ്ട് നോക്കാം, പരിഹരിക്കാം. അപ്പോ അടുത്ത നസീമന്റെ എന്തോ സംഭവം പറഞ്ഞ് രാവിലെ എനിക്ക് മെസ്സേജ് ഉണ്ടായിരുന്നു, ഡെഡായ വീഡിയോ കയറിപ്പോയത് എങ്ങനെയാണെന്ന്. ആ ഏത് ഷോർട്സ് ഷോർട്സിന്റെ രാവിലെ പറഞ്ഞില്ല എന്നോട്. അത് ഷോർട്സ് ഞാൻ സ്റ്റക്കായിട്ട് വ്യൂ ഇല്ലാതെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിന്. അപ്പൊ അത് ചത്തുപോയി എന്ന് പറഞ്ഞ വീഡിയോ. അങ്ങനെ ഞാൻ പിന്നെ എനിക്ക് അതിലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം ഇത് ആരും സ്കിപ്പ് ചെയ്ത് പോകുന്നുണ്ടായിട്ടില്ല ആ വീഡിയോ. അപ്പൊ എനിക്കൊരു പ്രതീക്ഷ, ചിലപ്പോ അത് ഒന്നും കൂടി അതിൽ കുറച്ച് മാറ്റം വരുത്തിയാൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, രാത്രിയിൽ അതിന്റെ തമ്പും ടൈറ്റിലൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തു. പക്ഷെ രാവിലെ വരെ നോക്കിയിട്ട് ഒരു മാറ്റവും ഇല്ല, അതേ വ്യൂവിൽ തന്നെ അത് കിടക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചതൊന്ന് സ്റ്റാറ്റസ് അതിന്റെ ലിങ്ക് ഒന്ന് സ്റ്റാറ്റസ് ഇടാന്ന്. അങ്ങനെ ഇട്ടപ്പോൾ പിന്നെ 80 എനിക്ക് ഒരു 500ന്റെ അടുത്ത് എനിക്ക് വ്യൂ വന്നതില്. 80 ഫസ്റ്റ് ഉണ്ടായിരുന്നതിന്റെ വ്യൂ. പിന്നെ അതൊരു 500ലേക്ക് എത്തി. വീണ്ടും ഇപ്പൊ അതുപോലെ ഇങ്ങനെ അത് കിടക്കുന്നുണ്ട്. ഇതന്നെയാണ്. അതായത് ഈ സ്റ്റാറ്റസ് ഇട്ടപ്പോ ഒരു എൻഗേജ്മെന്റ്സ് വന്നില്ലേ, അന്നേരം വീണ്ടും കയറി. ഇപ്പൊ ഇന്ന് രാവിലെ നമ്മളൊരു ഡോക്ടറിന്റെ ഇട്ടില്ലേ, ചാനൽ ഗ്രൂപ്പിൽ ഇട്ടില്ലേ ഡോക്ടറിന്റെ ലിങ്ക്. മൂപ്പർക്ക് ഈ ഷോർട്സ് ഫീഡിലേക്ക് പോകുന്നേയില്ല. ആ കൂടി 50-30 ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ ഗ്രൂപ്പിൽ ഇട്ടിട്ട് എല്ലാവരും ഒന്ന് കാണണമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പൊ ചെക്ക് ചെയ്ത ശേഷം മൂപ്പര് ഇപ്പൊ ലാസ്റ്റ് ഞാൻ നോക്കിയപ്പം 130 ഷോർട്ട് ഫീൽഡിലേക്ക് പോയിട്ടുണ്ട്. 130 ആളുകളിലേക്ക് പോയിട്ടുണ്ട്. അത്യാവശ്യം 70, എനിക്ക് തോന്നുന്നു മൂപ്പര് ഏറ്റവും വലിയ വ്യൂസ് ആണെന്ന് തോന്നുന്നു 70 എന്ന് പറയുന്നത്. 70 വ്യൂസ് മൂപ്പർക്ക് ഇത്രയും 6 മാസം കൊണ്ട് കിട്ടിയ ഏറ്റവും വലിയ വ്യൂ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇന്ന് വന്നത് 300ഓളം വീഡിയോസ് ആയിട്ടുണ്ട്. ആലോചിച്ചൊക്കെ, വലിയ മെയിൻ വീഡിയോസ് 300ഓളം വീഡിയോസ് ആയിട്ടുണ്ട്. പക്ഷെ നമ്മള് എന്തായാലും അത് സെറ്റാക്കും എന്നുള്ള പ്രതിജ്ഞ തന്നെയാണ് ഉള്ളത്. അപ്പോ ഇന്നിപ്പോ നമ്മളെ ഇത്രയും ആള് കണ്ട് റെസ്പോണ്ട് ചെയ്തപ്പോ ഇനി ആ ഷോർട്സിന്റെ ഭാവി എന്താണെന്നാണ് എനിക്കറിയേണ്ടത്. അത് അറിയണമെങ്കിൽ ചിലപ്പോൾ ഇന്ന് വൈകുന്നേരം നാളെ രാവിലെ ആകുമ്പോഴേക്ക് നമുക്ക് റിസൾട്ട് കിട്ടും, എത്രത്തോളം അത് ബൂസ്റ്റ് ആയിട്ട് പോകുന്നുള്ളത്. അനങ്ങുന്നില്ലെങ്കിൽ പിന്നെ നെക്സ്റ്റ് വീഡിയോയിൽ ഇതേ സ്ട്രാറ്റജി വീണ്ടും ഉപയോഗിക്കേണ്ടി വരും. അതായത് നമ്മൾ ഉപയോഗിച്ച സ്ട്രാറ്റജി ഒന്നുമില്ല, സിമ്പിൾ ആണ്. നമ്മൾ ഗ്രൂപ്പിൽ ലിങ്ക് ഇട്ടു, കുറച്ച് ആളോട് കണ്ടിട്ട് കമന്റ് ചെയ്യാൻ പറഞ്ഞില്ല, 10-20 ആള് കമന്റ് ചെയ്താൽ മതി. അപ്പൊ തന്നെ ഇനീഷ്യൽ ബൂസ്റ്റ് കിട്ടും. എന്റെ ഞാൻ പറയട്ടെ, ഷോർട്സിന് നല്ല വ്യൂ വരുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഷോർട്സ് ഇടുന്ന മതിയാക്കി ഞാൻ ഈ ലോങ് വീഡിയോസ് ഒന്ന് ഇടാൻ തുടങ്ങിയപ്പോൾ ലോങ്ങിലായി എനിക്ക് വ്യൂ വരാൻ തുടങ്ങി. അങ്ങനെ ഞാൻ വീണ്ടും എന്തായി, ഷോർട്സ് ഇടാൻ തുടങ്ങി, റിമിക്സും ഇടുന്നുണ്ട് ഇടയ്ക്ക്. പക്ഷെ ഈ രണ്ടെണ്ണത്തിന് എനിക്കിപ്പം വ്യൂ ഇല്ല. പിന്നെ ലോങ്ങിന് അത്യാവശ്യം വ്യൂ വരുന്നുണ്ട്, എന്നാലും ഷോർട്സിനും റിമിക്സിനും ഒക്കെ തീരെ വ്യൂ അങ്ങനെ വരുന്നില്ല, പറഞ്ഞല്ലേ വീഡിയോസ്. അത് ലോങ്ങിന് വ്യൂസ് വരുമ്പോൾ ഷോർട്സിന്റെ വ്യൂസ് കുറയുന്നുണ്ട്. പക്ഷെ നമുക്ക് റീമിക്സിന് കിട്ടും, റീമിക്സിന് വീഡിയോ റീച്ച് കിട്ടും. പക്ഷെ നമ്മൾ റീമിക്സ് ചെയ്യുമ്പോൾ ഈ ചില ഡയലോഗ്സ് ഉണ്ടാവൂലേ, നമ്മൾ കറക്റ്റ് ആളുകൾ പെട്ടെന്ന് നമുക്കിത് കാണണമെന്ന് തോന്നുന്ന ഒരു ഡയലോഗ്സ് ഒക്കെ ഉണ്ടാവില്ല, അതിന്റെ അടുത്ത് വെച്ചിട്ട് കട്ട് ചെയ്യണം. അതിങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കണം. അല്ലെങ്കിൽ നമ്മൾ ഇന്റൻഷനലി പറയണം. നമ്മൾ ലോങ് വീഡിയോ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ മൈൻഡിൽ വേണം നമുക്ക് റീമിക്സ് ചെയ്യാനുണ്ട്, അതുകൊണ്ട് റീമിക്സിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള 1-2 ഡയലോഗ്സ് കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് കട്ട് ചെയ്തിടാം. അല്ല കുറേയല്ല ഇതിങ്ങനെ നമ്മൾ ട്രിക്കാണെന്ന്, കുറേയേറെ നമ്മൾ ഐഡിയാപരമായിട്ട് ചെയ്യുന്നതാണ് യൂട്യൂബിൽ. അല്ലാണ്ട് എല്ലാം ഇങ്ങനെ പിന്നെ ആയിപ്പോകുന്നൊന്നുമല്ല. കുറേയുള്ള ആൾക്കാർ മനഃപൂർവ്വം ചെയ്ത് കട്ട് ചെയ്തിടുന്നതാണ്. പിന്നെ റിമിക്സ് ചെയ്യുമ്പോൾ അതിന് ഇതുപോലെ കീവേഡ്സും ടാഗ് അങ്ങനെയൊക്കെ കൊടുക്കണോ? അതല്ല അതിങ്ങനെ കീവേഡ് ഇതൊക്കെ കൊടുക്കാം, പ്രശ്നമില്ല. കാരണം കീബോർഡ്സും പിന്നെ ടാഗ്സും കൊടുക്കാം. പക്ഷെ വലിയ രീതിയിൽ അത് ഗുണം ചെയ്യില്ല. പക്ഷെ ഗുണം ചെയ്യൽ ഇത് ഇപ്പൊ ഞാൻ പറഞ്ഞതാണ്. അതായത് നമ്മളൊന്ന് ബൂസ്റ്റ് ചെയ്ത് വിട്ടാൽ അത് കയറിപ്പോകും എന്നാണെങ്കിൽ എന്ത് ചെയ്യാൻ, നമ്മൾ ഗ്രൂപ്പിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർ കാണുമ്പോൾ ഇനീഷ്യലി സ്റ്റാർട്ടിങ്ങിൽ ഒരു ബൂസ്റ്റപ്പ് കിട്ടും, അതിൽ കയറിപ്പോകും. പക്ഷെ കയറിപ്പോയി ഇപ്പൊ നമ്മൾ ഒരുത്തനെ പിന്നെ ഉന്തി തള്ളി സ്റ്റേജിലേക്ക് കയറ്റി വിട്ടു. സ്റ്റേജിൽ കയറ്റി വിട്ട ശേഷം ഓൻ അവിടുന്ന് ബബ്ബ് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നാണക്കേടായി, ഓനും നാണക്കേടായി എന്ന് പറഞ്ഞ അവസ്ഥ ഉണ്ടാവുക. കാരണം കയറ്റി വിട്ട ശേഷം ജനങ്ങളെ തീരുമാനിക്കുക ഇത് കാണണോ വേണ്ടിയൊന്നുണ്ട്. അപ്പൊ അതിന് മാത്രമുള്ള സാധനങ്ങൾ ഉണ്ടായിരിക്കണം. അവിടെ എല്ലാവരോടും പറയും, നിങ്ങളെ ആരെ വേണമെങ്കിലും സപ്പോർട്ട് ചെയ്യാം, ഒരു കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾക്ക് ഉറപ്പുണ്ടായിരിക്കണം
ആൾക്കാർ കാണാത്തത് കൊണ്ടാണ് എന്റെ ചാനൽ സക്സസ് ആവാത്തത്. കുറച്ച് ആളുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഞാൻ സക്സസ് ആവും എന്ന് ഉറപ്പുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടാ നമുക്ക് എന്ത് ചെയ്യും, കമ്മ്യൂണിറ്റി ടാബിലൊക്കെ ഇട്ടിട്ട് നമ്മൾ ഷെബിനാന്റെ ഒക്കെ വീഡിയോ ചെയ്ത പോലെ ചെയ്യാം. ഷെബിനാക്ക് ഇപ്പോൾ ഒറ്റ കമ്മ്യൂണിറ്റി പോസ്റ്റ് കൊണ്ടാണ് പിന്നെ 3000 സബ്ബാണ് തോന്നുന്നു, 3000 ആണോ 1500 ആണോ ഓർമ്മയില്ല. 1500 എന്തായാലും ഉണ്ട്. 30,000 വ്യൂസും വന്നു, ഒറ്റ ഇത് കൊണ്ടാണ് വന്നത്. ഇപ്പം അത്യാവശ്യം കയറിപ്പോയില്ല, അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി വേറെ ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയും. ഷോർട്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഷോർട്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഫുള്ളി ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ഈ വീഡിയോ എടുക്കുമ്പോൾ അതൊരു രസമില്ല, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കൂട്ടിയത്. എല്ലാവരും ആകുമ്പോൾ നിങ്ങൾ എല്ലാവരും ഡൗട്ട്സ് ഒക്കെ എല്ലാവർക്കും കേൾക്കാൻ. ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ജസീറ പക്ഷെ റിമിക്സ് വീഡിയോ ഇടുമ്പോ വ്യൂസ് വരല് കുറവാണ് ലോങ് വീഡിയോക്ക്. വരും വരും. 5-4 വ്യൂസ് ഒക്കെയാണ് റിമിക്സ് വീഡിയോയിലൂടെ ലോങ് വീഡിയോക്ക് വരുന്ന വ്യൂസ്. അല്ല അത് ഗ്രാജുവലി മെല്ലെ മെല്ലെ കൂടി വരുന്നു. നമ്മൾ അങ്ങനെ തളരൊന്നും വേണ്ട. ഞാൻ ഇന്ന് എപ്പോഴും പറയുന്ന പോലെ ദശരഥ മാഞ്ചിന്റെ കഥ പറയുന്ന പോലെയാണ്. നിങ്ങൾക്കൊക്കെ എത്രത്തോളം ദശരഥ മാഞ്ചി ആവാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നുള്ള ഞാൻ ചോദിക്കുള്ളൂ. അറിയില്ലേ ദശരഥ മാഞ്ചിനെ അറിയില്ലേ? പിന്നെ കഥ കേട്ടിട്ടുണ്ട്. ഉം. അല്ല, നമ്മള് ചിന്തിക്കേണ്ടതാണ് ഈ ദശരഥ മാഞ്ചിനെ പോലെയുള്ള ആളുടെ ഒരു പിന്നെ അവരുടെ ഒരു ഇതുണ്ടല്ലോ, എന്താണ് പവർ ഓഫ് എന്തോ പറയുന്നുണ്ട്, കറക്റ്റ് സമയത്ത് പറഞ്ഞു. അതായത് ഈ ഒരു അവരൊരു ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ടുള്ള അവരൊരു വിൽ പവർ ഉണ്ടല്ലോ. അതാണ് പറയുന്നത്. കാരണം ഒരു മല പൊളിക്കാൻ വേണ്ടിട്ട് മുട്ടിയും ഉളിയും മാത്രം എടുത്ത് ഇറങ്ങിയിട്ട് 22 വർഷം പൊത്തിപ്പൊട്ടിച്ച് റോഡാക്കുക എന്ന് പറയുന്നതാണ് മൂപ്പര് ചെയ്തത്. 22 വർഷം മുട്ടി ഉളിയും കൊണ്ട് നമ്മൾ ഒരു പാറക്കല്ല് തന്നിട്ട് ഒരു 30 ദിവസം കൊത്താൻ പറഞ്ഞാൽ 15ാമത്തെ ദിവസം നിർത്തും. കാരണം 10 ദിവസം കഴിയുമ്പോൾ നാട്ടുകാർ കളിയാക്കാൻ തുടങ്ങും, 15ാമത്തെ ദിവസം വീട്ടുകാർ കളിയാക്കാൻ തുടങ്ങും. 25 30 വിടൂല. അതിന് മുമ്പേ നാട്ടുകാരും വീട്ടുകാരെല്ലാം എനിക്ക് വട്ടാന്ന് പറയും. അവസാനം ഡിപ്രഷൻ അടിച്ചിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഈ പരിപാടി മതിയാക്കും. അതായത് 30 ദിവസം പോലും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതേ സമയത്താണ് ഇവരൊക്കെ ഇത്രയും കാലങ്ങൾ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് പറഞ്ഞാൽ നമ്മൾ നിരന്തരമായിട്ട് ചെയ്യുക. പക്ഷെ നിരന്തരമായിട്ട് ഒരേ പാറ്റേണിൽ ചെയ്താൽ സക്സസ് ആവില്ല. അതിനുള്ള ഒരു ആൻസർ ഇതാണ് 6 മാസമായിട്ട് ഒരേ പാറ്റേണിൽ വീഡിയോ ഇട്ട് 300ഓളം വീഡിയോ ഇട്ടിട്ടും ചാനൽ നിന്നിടന്ന് അനങ്ങിയിട്ടില്ല. അപ്പൊ അതിന് ചേഞ്ചസ് എന്താണെന്ന് വെച്ചാൽ എന്താണ് മാറ്റം വരുത്തേണ്ടത്, ആ മാറ്റങ്ങൾ നമ്മൾ പഠിച്ച് കണ്ടെത്തി വരുത്തിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നിങ്ങൾ സംസാരിച്ചോട്ടോ, ഞാൻ സംസാരിക്കണമെങ്കിൽ ഞാൻ മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ആദ്യം ഞാൻ കുക്കിംഗ് വീഡിയോസ് മാത്രമാണ് ഇട്ടിരുന്നത്, ഫുൾ റെസിപ്പി മാത്രമായിരുന്നു. പിന്നെ ഒന്ന് ഗ്യാപ്പ് വന്നു, ഒരു 2-3 ഇയേഴ്സ് ഞാൻ ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ കുക്കിംഗ് വീഡിയോ തന്നെ സ്റ്റാർട്ട് ചെയ്ത്. പക്ഷെ വ്യൂസ് ഒന്നും അധികം അങ്ങനെ വന്നിരുന്നില്ല. അപ്പൊ ഒന്ന് സ്റ്റൈല് മാറ്റി പിടിച്ചു. ഇങ്ങനെ നമുക്ക് ഉണ്ടാവുന്ന ഫ്ലോപ്പ് അങ്ങനത്തെ വീഡിയോസ് ഒക്കെ ആയിട്ട് ഇട്ട് തുടങ്ങി. പിന്നിട്ടും ഇങ്ങനെ കാര്യമായിട്ട് വ്യൂസ് ഒന്നും കയറി വന്നിരുന്നില്ല. ഇപ്പൊ ഞാൻ വ്ളോഗായിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ വ്ളോഗൊക്കെ ഇട്ട് തുടങ്ങിയപ്പോ ചാനലിലൊന്ന് എനക്കൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ കിച്ചൺ ടൂർ ഇട്ട്, ഞാൻ എന്നും വ്യൂസ് എന്ന് പറയുമ്പോ ഒരു 300 അങ്ങനെയൊക്കെയാണ് കേട്ടോ വ്യൂസ് വരുന്നത്. പക്ഷെ എന്നാലും കുക്കിംഗ് വീഡിയോ ഇടുന്നതിനെക്കാട്ടിയും കൂടുതലായിട്ട് വ്യൂസ് കയറി തുടങ്ങി. ഇപ്പൊ ലാസ്റ്റ് കിച്ചൺ ടൂറിന്റെ വീഡിയോ ഒക്കെ ഇട്ടപ്പോ അത് 500-ന് മേലെ പോയിട്ടുണ്ട്. ഇതുവരെ അങ്ങനെ 500-ന് മേലേക്ക് വ്യൂസ് ഒന്നും വന്നിട്ടില്ല. അതായത് റീസ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ട്ടാ. ഇപ്പൊ ഞാൻ ലാസ്റ്റ് ഇട്ടത് ഒരു ട്രാവൽ വ്ളോഗാണ്, മറ്റേ ഗ്ലോബൽ വില്ലേജ് വിസിറ്റ് ചെയ്തത്. അതില് ഹിസ്റ്ററിയും ഇതൊക്കെ പറഞ്ഞിട്ട് ഇട്ടപ്പോ അതും ഇപ്പൊ വ്യൂസ് കേറിയിട്ട് പോകുന്നുണ്ട്. എത്രയായി അത്? ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, നല്ല വീഡിയോ. അത് ഇപ്പൊ ആദ്യത്തെ ഇപ്പൊ 200 ഒക്കെ കടന്നു ആ വീഡിയോ. നിങ്ങളെ എല്ലാവരുടെയും ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ആക്കാം. ജസ്റ്റ് ഒന്ന് എനിക്ക് അയച്ചു തന്നാൽ മതി. അപ്പോൾ എല്ലാവരും ആരുടെയൊക്കെയാണ് നമ്മൾ ഇതിൽ വന്നത് എന്ന് മറ്റുള്ളവർക്ക് ചെക്ക് ചെയ്യാമല്ലോ. അപ്പോൾ ഞാനത് ഡിസ്ക്രിപ്ഷനിൽ ഇടാം നിങ്ങളുടെ ചാനലൊക്കെ. പിന്നെ ഈ പറഞ്ഞ പോലെയാണ് നമ്മൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് കുറേ സംഭവങ്ങൾ ചെയ്ത് കുറേ കഴിയുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. ഈ സാധനം എങ്ങനെയാണ് ഇത് വർക്ക് ആവുന്നത്, എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്.
അപ്പൊ അങ്ങനെ ഐഡിയ കിട്ടിക്കഴിഞ്ഞാല് നമ്മൾ ചിലപ്പോൾ 5 6 ചാനൽ തുടങ്ങിയാലും നമുക്ക് ഒരേപോലെ അത് സക്സസ് ഒക്കെ എടുക്കാൻ പറ്റും. ഇപ്പൊ എന്റെ ഒരു ഓവർ കോൺഫിഡൻസ് ആണോ കോൺഫിഡൻസ് ഒന്നും പറയുന്നത്, ഞാനിപ്പോ ഒരു പുതിയ ചാനൽ തുടങ്ങിയാല് അത് എങ്ങനെയെങ്കിലൊക്കെ ഞാൻ സക്സസ് ആക്കി എടുക്കുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയുണ്ട്. ഇപ്പൊ സാഫ് സ്റ്റോക്കിൽ പലരും പറയുന്ന പരാതി, നിങ്ങൾ ഈ യൂട്യൂബ് ടിപ്സ് പറഞ്ഞിട്ട് എനിക്ക് വ്യൂസ് ഇല്ലല്ലോ, പിന്നെ നീ എന്തിനാണ് ഇത് പറയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എന്റെ കാര്യം എന്ന് പറഞ്ഞാല് എന്റെ സാഫ് സ്റ്റോക്കിനെ കുറിച്ചല്ലേ പറഞ്ഞത്. അതായത് എന്റെ സാഫ് സ്റ്റോക്കില് പിന്നെ ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട്, നീ ഇത്രയൊക്കെ യൂട്യൂബിനെ കുറിച്ച് സംസാരിച്ചിട്ട് എനിക്ക് വ്യൂസ് ഇല്ലല്ലോ, പിന്നെ നീ എന്തിനാണ് ഇങ്ങനെ പറയുന്നതൊക്കെ പറഞ്ഞിട്ട്. ആക്ച്വലി പിന്നെ കാര്യം എന്താന്ന് വെച്ചാല് എന്റെ നിഷ് എന്ന് പറയുന്നത് യൂട്യൂബ് ക്രിയേറ്റേഴ്സിനെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ വീഡിയോസ് ചെയ്യുന്നത്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വീഡിയോസ് കാണണമെങ്കിൽ നമ്മൾ മോണിറ്റൈസേഷൻ എങ്ങനെ ആവാം, 4000 മണിക്കൂർ എങ്ങനെ കംപ്ലീറ്റ് ആക്കാം എന്നുള്ള വീഡിയോ ചെയ്താൽ ഒരുപാട് ആൾക്കാർ കാണും. സെറ്റിങ്സ് മാറ്റേണ്ട വീഡിയോ ചെയ്താൽ ഒരുപാട് ആൾക്കാർ കാണും. അത് ഓൾറെഡി ഞാൻ പ്രൂവ് ചെയ്താണ് എന്റെ വീഡിയോ എടുത്ത് ചാനൽ എടുത്ത് നമുക്ക് കാണാൻ പറ്റും. അതിന് 15,000 20,000 വ്യൂസ് ഒക്കെ വന്നിട്ടുള്ളത്. പക്ഷെ നമുക്ക് നിരന്തരമായിട്ട് ആളുകൾ അങ്ങനെ പറഞ്ഞ് ഇതാക്കാൻ പറ്റില്ലല്ലോ. അപ്പം മറ്റ് സൈഡ് കൂടി യൂട്യൂബിന്റെ മറ്റ് സൈഡ് കൂടി ആളുകൾ മനസ്സിലാക്കണം. അത് കുറച്ച് ആൾക്കാർ, ഇപ്പൊ 500 600 ആൾക്കാർ അല്ലെങ്കിൽ അത് 1000 ആൾക്കാരെ മനസ്സിലാക്കിയെങ്കിലും അവരുടെ ലൈഫിൽ അല്ലെങ്കിൽ അവരുടെ ഒരു യൂട്യൂബിൽ മാറ്റങ്ങൾ വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ പിന്നെ എന്റെ വ്യൂസ് കുറഞ്ഞാലും കുഴപ്പമില്ല എന്ന് കരുതിയിട്ട് ഈ ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിപ്പോ ഇന്നിപ്പോ ചെയ്യുന്ന സെഷൻ ആയാൽ പോലും 30 മിനിറ്റോളം വരുന്ന സെഷൻ വരുന്ന സമയത്ത് ആൾക്കാർ കുറവായിരിക്കും കാണും. പക്ഷെ ഇതുകൊണ്ട് അവർക്ക് ഒരുപാട് ഐഡിയാസ് കിട്ടും, എങ്ങനെയാണ് ഈ യൂട്യൂബിന്റെ ഷോർട്സിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് എന്തൊക്കെയാണെന്നുള്ളത്. മെയിനായിട്ട് ഞാൻ അതാണ് ഉദ്ദേശിക്കുന്നത്, നമ്മളെ വരുമാനം ഉണ്ടാക്കുക എന്നുള്ള ഉപരി ആളുകൾക്ക് ഗുണം ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോസ് ഇറക്കുക എന്നുള്ളതാണ്. എന്തായാലും കുറെ കണ്ടന്റ്സ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. വേറെ ആരെങ്കിലും സംസാരിക്കണ്ടെങ്കിൽ സംസാരിച്ചോട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നില്ലേ, ഈ ഷോർട്സ് വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ട് നിന്നാൽ കുറച്ചിൽ പോകുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. ഉം. ഇപ്പം എൻ്റെ ഒരു 3 4 വീഡിയോ ഇട്ടിട്ടാകുമ്പോൾ അതിൽ അങ്ങനെ വ്യൂ ഒന്നും വന്നില്ല. ഒരു ഡെയിലി ഇപ്പം ഞാൻ ഇട്ട എൻ്റെ 5ാമത്തെ വീഡിയോസിന് ഒരു 1K ഒക്കെ ഇപ്പോൾ വ്യൂ വന്നിട്ടുണ്ട് അതിൽ ഷോർട്സിൽ. അല്ല, അത് അങ്ങനെ അപ്പം അത് ഷോർട്സ് അങ്ങനെ വരുള്ളൂ. ഡെയിലി ഇത് ഇട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ വ്യൂസ് ഒക്കെ വരുന്നുണ്ട് എന്നൊക്കെ തോന്നുന്നു. കാരണം മുമ്പ് ഞാൻ ഡെയിലി ഷോർട്സ് ഇട്ടുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് എനിക്ക് നല്ല വ്യൂസ് ഒക്കെ ഉണ്ടായി. പിന്നെ ഇടയിൽ ഞാൻ സ്റ്റോപ്പ് ചെയ്ത് ലോങ് വീഡിയോസ് മാത്രം ചെയ്തില്ല. ഷോർട്സിന് നമ്മൾ പിന്നെ ഡെയിലി ഇടുന്നത് മാത്രമല്ല, ഈ വ്യൂസ് വരുന്നുണ്ടെങ്കിൽ ടൈം ഒന്ന് ഷിഫ്റ്റ് ആക്കി നോക്കണം. അതായത് രാവിലെ ഇട്ട് നോക്കാം, വൈകുന്നേരം ഇട്ട് നോക്കാം. ചിലപ്പോൾ രാവിലേക്ക് വ്യൂസ് കൂടുതൽ വരും. അല്ല, എനിക്ക് ഷോർട്സിൽ വൈകുന്നേരമാണ്. രാവിലെ ഇട്ടാലും ആ വീഡിയോക്ക് വൈകുന്നേരമാണ് അതിൽ വ്യൂ ചില വരുന്നുള്ളത്. അത് ഞാൻ ചില വീഡിയോസിന് നോക്കിയിട്ടുണ്ട്. പിന്നെ രാവിലെയാണ് വരിക. അതിപ്പോ ആ ടോപ്പിക് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആ ടോപ്പിക് പോലെ ഇരിക്കും. ടോപ്പിക്കിന് മാറ്റം വരുന്നതനുസരിച്ചിട്ട് ഈ രാവിലെയാണോ വൈകുന്നേരമാണോ കാണാന്നുള്ളത്. അറിയില്ല, നമ്മൾ ദുബൈയിലല്ലേ, അപ്പൊ ദുബൈയിലുള്ള ആ ഒരു ടൈം അങ്ങനെ വ്യത്യാസം വരുന്ന എനിക്ക് തോന്നുന്നു ഈ അറിയില്ല. രാവിലെയൊക്കെ അധികം ആൾക്കാർ ഈ മോട്ടിവേഷൻ ബേസ്ഡ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ രാവിലത്തെ കുറെ സംഭവങ്ങൾ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണെന്ന് തോന്നുന്നു രാവിലെ കാണുക. വൈകുന്നേരം ആകുമ്പോഴേക്കും കുക്കിംഗ് അല്ലെങ്കിൽ ഈ മറ്റ് സ്റ്റോറീസ്, അല്ലെങ്കിൽ വൈകുന്നേരം അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ കാണും. അപ്പൊ അത് ഈ ഓഡിയൻസിനെ മനസ്സിലാക്കിയാൽ മതി. ഓഡിയൻസിന് നമ്മൾ ഏത് കാറ്റഗറിയിലെ ആൾക്കാരാണ് നമ്മൾ വീഡിയോ കാണുന്നത് എന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം അത് ധാരണയുണ്ട്. നിലവിലിപ്പോ ഒരു ഷോർട്സിൽ വ്യൂസ് വരുന്നൊരു സംഭവം കണ്ടുകൊണ്ടിരിക്കുന്നത്, നമ്മളെ ഫിലിം സ്റ്റാർസിന്റെ ഒക്കെ ഇന്റർവ്യൂ ഉണ്ടാവില്ലേ, ആ അപ്പൊ അവരതിൽ ഓരോ ഫുഡിനെ പറ്റിയിട്ട് പറയില്ലേ, ആ അപ്പൊ അതൊക്കെ എടുത്തിട്ട് നമ്മൾ ഈ ഓവർലേ ചെയ്യുന്നത് പോലെ നമ്മൾ ആ റെസിപ്പി എടുത്ത് ട്രൈ ആക്കുമ്പോ വ്യൂസ് വരുന്നുണ്ട്. ഇതുപോലെ ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആൾക്ക് 690 സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു. ആള് ഷോർട്സ് മാത്രമാണ് നോക്കുന്നത്. പക്ഷെ അവളിപ്പോ അടുത്ത് തൊട്ടിട്ട് ഇങ്ങനത്തെ കുറെ ഷോർട്സ് ആണ് എടുക്കുന്നത്. അവൾക്ക് അതിൽ നിന്ന് തന്നെ 1.26K സബ്സ്ക്രൈബേഴ്സിനെ ആക്കിയെടുത്തിട്ടുണ്ട്. അവൾക്ക് ഇപ്പൊ നല്ല വ്യൂസ് വരുന്നുണ്ട്. അല്ല, അത് വരും. അത് ഷോർട്സ് ട്രെൻഡിങ് ആയിട്ടുള്ള സാധനങ്ങൾ എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ചെയ്യാന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. ക്രിയേറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങൾ ചെയ്യാന്നുണ്ടെങ്കിൽ നല്ലതാണ്. അപ്പം വരും. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോ ഈ കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഒന്നുമില്ല, റീയൂസ്ഡ് വരൂല. അത് റീൽസ് നമ്മൾ അതിൽ എഡിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, നമ്മൾ ഡയറക്റ്റ് എടുത്തിടുന്നല്ലോ, നമ്മൾ അതിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് കൊടുക്കുന്നത്. അങ്ങനെ ചെയ്യാം, നമ്മളെ അഭിപ്രായങ്ങൾ പറയാം, അങ്ങനെയൊക്കെ ചെയ്യാം. അതൊന്നും പ്രശ്നമില്ല. ഒരു സാധനം അതേപോലെ തന്നെ എടുത്തിട്ട് ഇടുമ്പോഴാണ് റീൽസ് പ്രശ്നം വരും. അതായത് മാറ്റങ്ങൾ വരുത്തിയാൽ കുഴപ്പമില്ല.
അപ്പം ഇനി ആർക്കും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയൂ, അല്ലെങ്കിൽ നമുക്ക് എൻഡ് ചെയ്യാം. കാരണം രണ്ട് കാരണമാണ്. ഒന്ന് ഫോണിൽ ചാർജ് കഴിഞ്ഞു, രണ്ടാമത് ഞാൻ വൈക്ക് ഏത് പറഞ്ഞു. റീമിക്സ് നല്ലൊരു ഓപ്ഷനാണ് നമുക്ക് സബ് കൂട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ ഒരുപാട് സബ് കൂട്ടിയ റീമിക്സിലൂടെയാണ്. അപ്പൊ നമ്മള് പിന്നെ ഇന്നിപ്പോ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഏകദേശം 30 മിനിറ്റിലധികമായി. അപ്പൊ ഇനി നെക്സ്റ്റ് ടോപ്പിക് ആയിട്ട് ഇതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പിലുള്ള ആളുകളെ ചേർത്തുകൊണ്ട് നമുക്ക് വേറൊരു സെക്ഷൻ ചെയ്യാം. അങ്ങനെ ഒരുപാട് ലെങ്തായി കഴിഞ്ഞാൽ ചിലപ്പോൾ ആളുകൾക്ക് മടുക്കും. ചിലർക്ക് പ്രശ്നമൊന്നുമില്ല, 1-2 മണിക്കൂറൊക്കെ 1.5 മണിക്കൂറൊക്കെ കേൾക്കുന്നവരുണ്ട്. എന്നാൽ പോലും നമുക്ക് ഇതിന്റെ റെസ്പോൺസ് അറിഞ്ഞിട്ട് ആൾക്കാർ എങ്ങനെയുണ്ടായിരുന്നു നമ്മൾ ഇന്ന് സംസാരിച്ചത് എന്നൊക്കെ നോക്കി ഇതുപോലെ ഇനി ചെയ്യണോ വേണ്ടിയോ എന്നൊക്കെ എല്ലാവരും പറയട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു മറ്റൊരു ടോപ്പിക്കായിട്ട് ഇതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതാണ് കൂടുതൽ ആളുകൾക്ക് മനസ്സിലാവാൻ എളുപ്പം ഇതാണെന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും ഈ സമയത്ത് രാവിലെയൊക്കെ എല്ലാവരും ഓൺലൈനിൽ വന്നത് ഭയങ്കര സന്തോഷമായി. കാരണം തിരക്കായിരിക്കും, അല്ലെങ്കിൽ ബിസി ആയിരിക്കും. ബിസിന്റെ ഇടയ്ക്ക് വന്നതല്ലേ. അപ്പൊ നിങ്ങളൊക്കെ ചാനലിന്റെ ലിങ്ക്സ് എനിക്ക് തരിക, വാട്സപ്പിൽ അയച്ചെന്നാൽ മതി, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അപ്പം മറ്റുള്ളവരൊക്കെ നിങ്ങളെ ചാനൽ നോക്കട്ടെ, എങ്ങനെയാണുള്ള ചാനൽ. ഇപ്പൊ ഈ പറഞ്ഞ അഭിപ്രായങ്ങളൊക്കെ കേൾക്കുമ്പോൾ ആളുകൾക്ക് തോന്നുമല്ലോ നിങ്ങളെ ചാനൽ ഒന്ന് കാണണം. ഇപ്പൊ ഡിസ്ക്രിപ്ഷനിൽ. അപ്പൊ എന്തായാലും നമുക്ക് മറ്റൊരു പരിപാടിയുമായിട്ട്, പോഡ്കാസ്റ്റുമായിട്ട് കാണാം. അപ്പം ആ സമയത്ത് ഞാൻ ഇതുപോലെ ഗ്രൂപ്പിൽ ലിങ്ക് ഇടാം. സൗകര്യമുള്ളവർക്ക് കയറുക, ജോയിൻ ചെയ്യുക, നമുക്ക് സംസാരിക്കാം. അപ്പൊ ഓക്കെ, എല്ലാവർക്കും താങ്ക്സ്.